തമിഴ്നാട് തിരുവള്ളൂരിൽ അമോണിയ വാതക ചോർച്ച സെന്റ് പീറ്റേഴ്സ് പോൾ സീഫുഡ്സ് എക്സ്പോർട്സ് കേന്ദ്രത്തിലാണ് സംഭവം. 2 പേർ മരിച്ചതായി റിപ്പോർട്ട്. ശ്വാസതടസ്സം നേരിട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈയിൽ നിന്നും 30-അംഗ NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു RK ചേരുകയാണ്. വിഷ്ണു, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് സംഭവിച്ചതെന്നാണ് അധികൃതരുടെ പ്രാഥമികമായ വിലയിരുത്തലും വിശദീകരണവും? AP സൂചിപ്പിച്ചതുപോലെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഒരു സീഡ് ഫുഡ് എക്സ്പോർട്ടേഴ്സ് സ്ഥാപനത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അമോണിയ വാതക ചോർച്ച സംഭവിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഈ ഒരു കെട്ടിടത്തിൽ നിരവധി ആളുകൾ ആ ഒരു സമയത്തുണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ രീതിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചില ആളുകൾക്ക് ഗുരുതരമായി അവരുടെ ആരോഗ്യസ്ഥിതിയും വഷളാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവരെയൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 30-അംഗ സംഘം NDRF അവിടെ എത്തിച്ചേർന്ന് മറ്റ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ്. അത് എത്രത്തോളം നിയന്ത്രണ വിധേയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറി എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനി വരാനിരിക്കുന്നു. അമോണിയ വാതകമാണ്, അത് പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രതിരോധിക്കാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ തന്നെയാണോ ഇപ്പോൾ നടക്കുന്നത്? നിലവിൽ പ്രധാനമായും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് മുൻഗണന നൽകുന്നത്. അതിൽ മറ്റാർക്കും ഈ പറയുന്നത് പോലെ കൂടുതൽ ആശങ്കാജനകമായിട്ടുള്ള ആരോഗ്യസ്ഥിതി വഷളാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറാകാതെ തന്നെ നിലവിൽ പരിക്ക് അല്ലെങ്കിൽ ആരോഗ്യം മോശമായവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും സ്ഥിതിഗതികൾ പ്രധാനമായും നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ പ്രധാനമായും 30-അംഗ NDRF സംഘമാണ് ഈ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇതിൽ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസംഖ്യ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിൽ 2 പേരുടെ മരണം സംഭവിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കാനാകുമെന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും 70-ലധികം ആളുകളാണ് ഈ ഒരു കെട്ടിടത്തിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അവർക്കിൽ കൂടുതൽ ആളുകൾക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. അതിൽ ചില ആളുകളുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറിയിരുന്നു. അങ്ങനെയെങ്കിൽ മരണസംഖ്യയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ആയി പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും പ്രാഥമിക ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളാണ് ഈ ഒരു കെട്ടിടത്തിൽ ജോലി ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇവിടെ വൻതോതിൽ അമോണിയ വാതക ചോർച്ച ഉണ്ടായിട്ടുള്ളത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ അടുത്തുള്ള ചെന്നൈയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും നിലവിലെ സാഹചര്യം ആശങ്കാജനകമായി തന്നെ തുടരുകയാണ്. അതിൽ എത്രത്തോളം നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം ഇനി വരും മണിക്കൂറിൽ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ശക്തമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് NDRF സംഘം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ അമോണിയ വാതക ചോർച്ച പരിഹരിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. KP ശരി. തമിഴ്നാട് തിരുവള്ളൂരിൽ അമോണിയ വാതക ചോർച്ച സെന്റ് പീറ്റേഴ്സ് പോൾ സീഫുഡ്സ് എക്സ്പോർട്സ് കേന്ദ്രത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു RK വിവരങ്ങൾ നൽകിയത്.